രാമായണ മാസം തുടങ്ങുന്ന ഇന്ന് നമുക്ക് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യവും പ്രധാനപ്പെട്ട ശ്ലോകവും ഏതാണെന്ന് നോക്കാം. ഇത് വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ മഹാപണ്ഡിതനായിരുന്ന വരരുചി മഹാരാജാവിന്റെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് കണ്ടെത്തി പറഞ്ഞ ഒരു ശ്ലോകവും ഒരു പ്രധാന വാക്യവും കൂടിയാണ്. വരരുചിയെ അറിയാത്തവരായി ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. വരരുചിയുടെ ഭാര്യ പഞ്ചമി, വരരുചിക്കും പഞ്ചമിക്കും 12 മക്കള്. അവരുടെ കുലമാണ് പിന്നീട് പറയിപെറ്റ പന്തിരുകുലം എന്ന് അറിയപ്പെട്ടത്. ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ സദസ്സിലെ പണ്ഡിതശ്രേഷ്ഠന്മാരോടൊരു ചോദ്യം ചോദിച്ചു. രാമായണത്തിൽ ഏറ്റവും പ്രധാനമായ ശ്ലോകം ഏതാണെന്നും അതിൽ തന്നെ പ്രധാനപ്പെട്ട വാക്യം ഏതാണെന്നും. വരരുചി ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു രാമായണത്തിലെ എല്ലാ വാക്യങ്ങളും പ്രാധാന്യമുള്ളതാണെന്ന്. പക്ഷെ വരരുചി പറഞ്ഞു അദ്ദേഹത്തിന് കുറച്ച് സമയമെടുത്തേ ഇതിന് മറുപടി പറയാൻ പറ്റുകയുള്ളെന്ന്. അങ്ങനെ വിക്രമാദിത്യ മഹാരാജാവ് വരരുചിക്ക് 41 ദിവസം കൊടുത്തു. ആ 41 ദിവസത്തിനകം വരരുചി ഇതിന് മറുപടി നൽകിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ നിന്നും വരരുചിയെ പുറത്താക്കും എന്നും പറഞ്ഞു. അങ്ങനെ ഇതിനുള്ള മറുപടി കണ്ടെത്താനായിട്ട് വരരുചി വിക്രമാദിത്യൻ്റെ സദസ്സിൽ നിന്നും ഇറങ്ങി അദ്ദേഹം ദേശാടനത്തിന് പുറപ്പെട്ടു. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. 40 ദിവസമായിട്ടും അദ്ദേഹത്തിന് ഇതിന് മറുപടിയൊന്നും കിട്ടിയില്ല. അങ്ങനെ 40ാമത്തെ ദിവസം ഇദ്ദേഹത്തിൻ്റെ വിഷമം കണ്ടിട്ട് ഒരു വൃദ്ധയായ ഒരു സ്ത്രീ വരരുചിയോട് പറഞ്ഞു, തൊട്ടടുത്ത് ഒരു ദേവീക്ഷേത്രമുണ്ട്, അവിടെ ചെന്ന് നമസ്കരിച്ച് വനദേവതകളെ നമസ്കരിച്ച് കഴിഞ്ഞാൽ താങ്കൾക്കുള്ള മറുപടി കിട്ടും എന്ന് പറഞ്ഞു. അത് കേട്ട് വരരുചി ആ അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അവിടുത്തെ ആൽത്തറയിലിരുന്നു. രാത്രിയായപ്പോൾ ആ ആലിൻ്റെ മുകളിൽ നിന്നും 3 കിളികളുടെ സംസാരം വരരുചി കേട്ടു. വനദേവതകൾ ആൽമരത്തിൽ കിളികളുടെ രൂപം ധരിച്ച് വന്നിരിക്കുന്നതാണെന്ന് വരരുചിക്ക് മനസ്സിലായി. 4മതൊരു കിളി കൂടി അവിടെ പറന്നെത്തി. 4മത് വന്ന കിളി പറഞ്ഞു, ഇന്നിവിടെ അടുത്തൊരു പ്രസവം നടക്കുന്നുണ്ട്, ഞാൻ അവിടെ അത് കാണാൻ പോവാണ്, നിങ്ങളും കൂടെ വരുന്നു എന്ന് ചോദിച്ചു. അപ്പം ബാക്കി 3 കിളികൾ പറഞ്ഞു, ഇല്ല, പണ്ഡിതശ്രേഷ്ഠനായ വരരുചി താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഞങ്ങളിവിടെ മുകളിലിരുന്ന് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾ പോയി വന്നോളൂ, പോയി വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ വന്ന് പറയണമെന്ന് പറഞ്ഞു. അത് കേട്ട് 4മത്തെ കിളി പറന്നുപോയി. കുറേ സമയം കഴിഞ്ഞ് 4മത്തെ കിളി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പ്രസവം കഴിഞ്ഞു, പെൺകുഞ്ഞാണ് ഉണ്ടായത്, ഒരു പറയക്കുടിലാണ് പ്രസവം നടന്നത്. അന്നേരം ബാക്കി കിളികൾ ഉടനെ ചോദിച്ചു, അവളെ ആരായിരിക്കും വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം ഈ 4മത്തെ കിളി പറഞ്ഞു, താഴെ കിടന്നുറങ്ങുന്ന വരരുചി എന്ന് പറയുന്ന മഹാപണ്ഡിതനായ വരരുചിയാണ്. പക്ഷേ കഷ്ടം തന്നെയല്ലേ, മഹാപണ്ഡിതനാണെങ്കിലും അദ്ദേഹത്തിന് രാമായണത്തിലെ അതിശ്രേഷ്ഠമായിട്ടുള്ള വാക്യവും ശ്ലോകവും ഏതാണെന്ന് അറിയില്ല. അത് മാം വിദ്ധി എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വാക്യം എന്ന് ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞ് മറ്റേ കിളി കളിയാക്കി കൊണ്ടുപോയി. അങ്ങനെ വരരുചിക്ക് ഒരു സൈഡിൽ സന്തോഷം, ഇതിൻ്റെ മറുപടി കിട്ടിയല്ലോ എന്നുള്ളത്, മറ്റേ സൈഡിൽ ഇദ്ദേഹത്തിന് പറയിപ്പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്നുള്ള നാണക്കേട്. അങ്ങനെ എന്തായാലും 41ാമത്തെ ദിവസം പണ്ഡിത സദസ്സിൽ വിക്രമാദിത്യ മഹാരാജാവും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള പണ്ഡിതന്മാരും എല്ലാവരും വന്നു. അവർ വരരുചിയെ കാത്തിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് വരരുചി വരുന്നത്. വരരുചി വരാൻ താമസിക്കും തോറും മഹാരാജാവിന് ആകെക്കൂടെ വിഷമമായി. ഇദ്ദേഹം ഇനി തിരിച്ചു വരില്ലേ, അദ്ദേഹത്തിനോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നി. അപ്പം മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു, ചിലപ്പം വരരുചി മറുപടി കിട്ടാണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും എന്ന് വരെയും പറഞ്ഞു. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ വരരുചി വന്നു. വരരുചിയോട് മഹാരാജാവ് ചോദിച്ചു, താങ്കൾക്ക് മറുപടി കിട്ടിയോ എന്ന്. അപ്പം വരരുചി പറഞ്ഞു, കിട്ടി. രാമായണത്തിലെ പ്രധാന ശ്ലോകം എന്നുള്ളത് വരരുചി ശ്ലോകം ചൊല്ലിക്കൊടുത്തു. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമെന്ന് വരരുചി പറഞ്ഞു. അതിൽ തന്നെ മാം വിദ്ധി ജനകാത്മജം എന്ന വാക്യമാണ് സർവപ്രധാനമായിട്ടുള്ള വാക്യമെന്നും പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ അർത്ഥം അദ്ദേഹം സദസ്സിലുള്ള മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. കഥയുടെ പൊരുൾ ഇങ്ങനെയാണ്. വനവാസത്തിന് പുറപ്പെടാൻ പോകുന്ന ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും അങ്ങനെ അവർ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ലക്ഷ്മണൻ്റെ മാതാവായിട്ടുള്ള സുമിത്രാദേവി കരയുന്നു. മഹാറാണിയാണ്, അവർ സാധാരണ സ്ത്രീയെ പോലെ കരയുന്നു. എന്നിട്ട് തൻ്റെ പുത്രനായ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമാണിത്. അമ്മയ്ക്ക് ഒന്ന് മാത്രമേ നിന്നോട് പറയാനുള്ളൂ, രാമനെ ദശരഥനായി കണക്കാക്കൂ. അതായത് രാമം ദശരഥം വിദ്ധി, സീതയെ നിന്റെ അമ്മയായ എന്നെ പോലെ കരുതണം. മാം വിദ്ധി ജനകാത്മജം,
വനത്തെ അയോധ്യയായി സങ്കല്പിക്കണം. അതായത് അയോധ്യാം അടവിം വിധി. അടവി എന്ന് വെച്ചാൽ വനം അല്ലെങ്കിൽ കാട്. ഗച്ഛതാത യഥാസുഖം. മകനെ നീ സുഖമായിട്ട് പോയി വരൂ. ഇത് കേട്ട് സന്തോഷം കൊണ്ട് വിക്രമാദിത്യ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും എണീറ്റ് വരരുചിയെ അഭിനന്ദിച്ചു. വരരുചിക്ക് ധാരാളം സ്വർണ്ണ ആഭരണങ്ങളും വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പുഷ്യരാഗമാല ഉൾപ്പെടെ അദ്ദേഹത്തിന് കൊടുത്തു. ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു ചാരുപീഠം വരരുചിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് വരരുചി വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പണ്ഡിതനായി മാറിയത്.